ഹായ് നമസ്കാരം. ഒന്ന് കടയിൽ പോകാൻ ഇറങ്ങിയതാ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. പോകാൻ മടിച്ചിരുന്നിരുന്നിരുന്നെന്ന് ഇന്ന് ഓർത്ത് ഇന്ന് എന്തായാലും ഇറങ്ങിയേക്കാം എന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ കുറച്ച് വീഡിയോ കാണിച്ചു തരാവേ നമ്മുടെ സിറ്റിയിൽ മഴയുടെ അവസ്ഥ. മഴയോ മഴ 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 മഴ. ഒന്നൊരു നടത്തവും കൂടി ആവും. കാരണം 2 ദിവസമായി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. കാരണം മഴ കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പം മഴ ഉണ്ട്, എന്നാലും കുറവാണ്. നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കലൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഡോളറിൻ്റെയും ജിഞ്ചറിൻ്റെ ആണെങ്കിലും ഫുഡും കഴിഞ്ഞിരിക്കുക. ഡെലിവറി നോക്കിയപ്പം മഴ കാരണം അവർ വീട്ടിൽ ഡെലിവറി ചെയ്യില്ല എന്ന് പറഞ്ഞു. മഴ കുറഞ്ഞാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ് മഴ കൂടുകയാണെന്നാണ് കാണിക്കണേ വെതർ ആപ്പ് അനുസരിച്ച്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എന്നാലും മഴയാണ്, 2 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പതുക്കെ ഒന്നും നടന്നേക്കാമെന്ന് ചോദിച്ചു. മഴ കുറഞ്ഞു വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇപ്പം ഭയങ്കര കൂടുതലായി മഴ. ഒരു രക്ഷയില്ലാത്ത മഴയായി മാറി. ഇന്ന് കുറഞ്ഞു. ഇത് കണ്ട, ഇതാണ് പോട്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പം മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നിന്നാൽ മതിയായിരുന്നു. എന്നാൽ പോയി വരാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നമ്മുടെ ചെറിയ സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഡെലിവറി ടാക്സിയൊക്കെ ഈ മഴയൊക്കെ ഉള്ളപ്പോൾ അവർ വരാൻ മടിക്കും. അവർക്കും മടിയാണ് പണിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് നല്ലത്. പിന്നെ ഇത് നടത്തവും കൂടി ആവുമല്ലോ, അതുകൊണ്ട് ഓർത്ത് നടന്നതാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ഐഡിയ. കാരണം എന്നും മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പോകും. അതുകൊണ്ട് കണ്ടോ ഒരഴുക്ക് പോലും ഒന്നും ഇല്ലാത്ത കണ്ട. ഇവിടെ ആൾക്കാർ റോട്ടിലൊക്കെ ഇടുകയൊക്കെ ചെയ്യും വേസ്റ്റൊക്കെ, അതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇപ്പോഴത്തെ മേയർ നല്ലതാണ്. ആള് ഡെയിലി ക്ലീനിങ് ഒക്കെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ രാവിലെ വന്ന് അഴിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പോണോണ്ട് ഇത് ഒരഴുക്കോ ഒന്നുമില്ലാത്ത. ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പോകാനായിട്ട്. നമ്മുടെ നെയ്ബർ അമ്മാമ്മ മരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ. അപ്പോൾ അവർ വന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ആ സമയത്ത് ഈ തിരക്കിനിടയിൽ കടയിൽ പോക്കൊക്കെ ഒന്നും നടക്കില്ല. അപ്പോൾ അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങണതിന് മുമ്പേ പതുക്കെ ഒന്ന് പോയി വരാമെന്ന് വെച്ചിട്ടാണ്. ഇനി ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഞാൻ ഒരു വിഷമം അറിഞ്ഞിട്ടില്ല. കാരണം അവരെന്നെ കൊണ്ട് ഒരു സാധനം എടുപ്പിക്കുകയോ കടയൊക്കെ ഇത് പോയിട്ട് ഒറ്റയ്ക്ക് വിടുവോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് ആയതിൻ്റെ ഒരു വിഷമം അറിയണേ. ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അതൊരു പ്രശ്നം തന്നെയാണ്. ജോ ഉള്ളപ്പോൾ എപ്പോഴും പറയും നീ ഡ്രൈവിംഗ് പഠിക്കുക. അന്ന് എനിക്ക് മടിയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിക്കാത്തതിൻ്റെ. കാരണം വേറെ ഒന്നുമല്ല, വണ്ടി ഉണ്ടായിട്ടും ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയില്ലേ. എല്ലായിടത്തും ടാക്സി വിളിച്ച് പോവുക, അല്ലേ നടക്കണത് നല്ലതാണ്. എല്ലാം തന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ചവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇതാണ് മെയിൻ റോഡ്. അപ്പോൾ എനിക്കൊരു പേയ്മെൻറ്റ് മെഷീൻ ഇടണമായിരുന്നു. കാരണം അതിലേക്ക് കാർഡിലുള്ള കാശ് പൈസയുടെ കാർഡിലേക്ക് ഇടാൻ പറഞ്ഞിട്ട് പേയ്മെൻറ്റ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ അന്വേഷിക്കുന്ന ബാങ്കിൻ്റെ ഇവിടെയെങ്കിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട എന്ന് വെച്ചു. കാശ് കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ കടയിലേക്ക് എത്തി. ഇതാണ് നമ്മൾ വന്ന കട. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയിട്ട് ബാക്കി വീഡിയോ ഇടാവേ. അപ്പം നമ്മൾ സാധനം വാങ്ങി ഇറങ്ങി. അത്യാവശ്യം സാധനമൊന്നുമില്ല. കോഴിമുട്ട, കുറച്ച് കുരുമുളക് തീർന്നായിരുന്നു. പിന്നെ പട്ടികളുടെ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്ന ജെല്ലിയുണ്ട്, അത്. അങ്ങനെ കുറച്ച് ഇച്ചിരി സാധനങ്ങൾ. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഷോപ്പാണ്. ബാക്കി ഷോപ്പുകൾ വെച്ച് നോക്കുമ്പം പ്രൈസും കുറവുണ്ട്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പം നമുക്ക് അവരുടെ കാർഡ് ഉണ്ടെങ്കിൽ സാധാരണ കാർഡില്ലാത്തവർക്ക് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ കിട്ടും. അപ്പോൾ നമുക്ക് കാർഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സപ്ലൈക്കോ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചാൽ ഇച്ചിരി ഡിസ്കൗണ്ടും ഉണ്ട്, നല്ല സാധനവും കിട്ടും ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നടത്തവും പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പം നല്ല ഫ്രൂട്ട്സും മുട്ടയൊക്കെ ആണെങ്കിൽ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ നെയ്ബർ പറഞ്ഞായിരുന്നു ഇന്ന് പോയില്ലേന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വന്നാൽ. ഇന്നലെ മഴ കൊണ്ട് ഇറങ്ങിയില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ല, അടുത്ത വീട്ടിലൊരു മരണം കൂടി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് കടയിൽ പോക്കും കാര്യങ്ങളൊക്കെ കണക്കായിരിക്കും. അപ്പോൾ ഇന്നൊന്ന് ഇറങ്ങി അതൊക്കെ വാങ്ങിച്ചേക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടായിരുന്നു, വരണില്ലേ ആൾക്കാരൊന്നും. അപ്പം
എനിക്കറിയാം ടിക്കറ്റ് റേറ്റ് എല്ലാവരും പറയുന്ന റീസൺ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമുക്കതറിയാം. കാരണം ഒന്നാമത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടിക്കറ്റ് റേറ്റും കൂടി കൂടുതലായി കഴിയുമ്പോഴേ അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യം നോക്കുമ്പോഴാണ് ആൾക്കാരൊരു മടി അറിയുന്നത്. റോഡ് ഞാനിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഈ സൈഡിലുള്ള കട്ട് റോട്ടിലേക്ക് കയറും. എന്നിട്ട് പിന്നെ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഒരു റോഡിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ വീടെത്തും. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ വിശേഷം. വേറെ ഒന്നുമില്ല. എനിക്ക് വീഡിയോ ഇടാൻ മടിയാണ്. കാരണം ജോയുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും പറയാം. ഞാനൊരിക്കലും വീഡിയോയുടെ മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പം ഇപ്പം ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിൽ നിന്നൊക്കെ മെസ്സേജ്. യൂട്യൂബ് തൽക്കാലം മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ മോൻ പോയാൽ പിന്നെ ജോ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് ഇടണമെന്നുണ്ട്. പക്ഷേ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ടൊരു മടി. എന്നാലും മാക്സിമം പുതിയ പുതിയ വീഡിയോസ് ഇടണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് കണ്ട റോഡിൻ്റെ അവസ്ഥ നോക്കണ്ട കേട്ടോ, അതൊരു കട്ട് റോഡാണ്. ഈ റോഡ് മാത്രം കുറേ നാളായിട്ട് മുനിസിപ്പാലിറ്റിക്കാരോട് പറയണം ഈ റോഡൊന്ന് നന്നാക്കി തന്നു. ഇതിൻ്റെ സൈഡിലുള്ള അപ്പുറം ഇപ്പുറമുള്ള എല്ലാ റോഡും നന്നാക്കി. ഇതെന്തോ ഇവിടെയുള്ള ആരോടോ എന്തോ വിരോധം ഉണ്ടെന്ന് തോന്നുന്നു. ഈ റോഡ് മാത്രം വർഷങ്ങളായിട്ട് നന്നാക്കാണ്ടിട്ടേക്കുമോ. അതെന്താന്ന് മേയറോട് തന്നെ ചോദിക്കേണ്ടി വരും, എന്താ പ്രശ്നം ഈ റോഡ് മാത്രം. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ ഈ മഴ വിടുന്നതിന് മുമ്പ് വീട് പിടിക്കട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം ജോ എപ്പോഴും പറയുന്ന പോലെ ഞാൻ സ്ട്രീറ്റിലെത്തി, വീടെടുത്താറായി. അപ്പം എല്ലാം പറഞ്ഞ പോലെ